Dear students, welcome to Learner's World. In this video, I'm going to talk about a speech, Debts of Gratitude by Selma Lagerlof, Unit 1, Hours and Years, 9th Standard English, New Textbook, Kerala Syllabus. Selma Lagerlof was a renowned Swedish author born on November 28, 1858. She was the first woman to win the Nobel Prize in Literature in 1909. Selma Lagerlof ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീഡിഷ് ഓതറാണ്, ഒരു എഴുത്തുകാരിയാണ്. ബോൺ ചെയ്തത് നവംബർ 28, 1858 1909 ആദ്യമായിട്ട് ലിറ്ററേച്ചറിന്, സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ വുമണാണ് സെൽമ ലാഗർലോഫ്. She was the first woman to be granted a membership in the Swedish Academy. അതുപോലെ സ്വീഡിഷ് അക്കാദമിയിൽ മെമ്പർഷിപ്പുള്ള ആദ്യത്തെ വുമൺ കൂടിയാണ് സെൽമ ലാഗർലോഫ്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ് ആൻഡ് ദ ഇൻവിസിബിൾ ലിങ്ക്സ്. സെൽമ ലാഗർലോഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്ക്സാണ് ദ സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ്, അതുപോലെ ദ ഇൻവിസിബിൾ ലിങ്ക്സ്. ഷി പാസ്ഡ് അവേ ഓൺ 16 മാർച്ച് 1940. 1940 16 മാർച്ചിലാണ് അവൾ മരണപ്പെടുന്നത്. ഓക്കെ. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞയുടെ കടപ്പാട്. ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കടപ്പാട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞയുടെ കടപ്പാട്. സ്പീച്ച് ബൈ സ്വീഡിഷ് നൊബേൽ ലോറേറ്റ് സെൽമ ലാഗർലോഫ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു സ്പീച്ചാണ്. സെൽമ ലാഗർലോഫിന് നൊബേൽ പ്രൈസ് കിട്ടിയ സമയത്ത്, ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയ സമയത്ത് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽമ ലാഗർലോഫ് ഒരുപാട് ആളുകളോട് തൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. അതായത് ഒരുപാട് റീഡേഴ്സിനോട്, അതുപോലെ ഒരുപാട് തൻ്റെ ഫാദറിനോട്, റിലേറ്റീവ്സിനോട്, ഒരുപാട് ആളുകളോട് തൻ്റെ കടപ്പാട് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേച്ചറിനോട് കൂടെ തൻ്റെ കടപ്പാട് അറിയിക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്പീച്ചിൽ കാണാൻ കഴിയും. ഓൺ 10 ഡിസംബർ 1909 സെൽമ ലാഗർലോഫ് വൺ ദ നൊബേൽ പ്രൈസ്. അപ്പോൾ ഈ ഒരു ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പീച്ച് നൊബേൽ പ്രൈസ് അവാർഡ് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്ദർഭം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓൺ 10 ഡിസംബർ 1909 സെൽമ ലാഗർലോഫ് വൺ ദ നൊബേൽ പ്രൈസ്. അപ്പോൾ സെൽമ ലാഗർലോഫിന് ഡിസംബർ 10, 1909 നൊബേൽ പ്രൈസ് കിട്ടുന്നത് ലിറ്ററേച്ചറിന്. ഡ്യൂറിങ് ഹർ ആക്സെപ്റ്റൻസ് സ്പീച്ച് ഷി റിമൈൻഡ് ഹംബിൾ ആൻഡ് ടോൾഡ് എ ഫാന്റാസ്റ്റിക് സ്റ്റോറി ഓഫ് ഹർ ഫാദർ ആസ് ഷി വിസിറ്റഡ് ഹിം ഇൻ ഹെവൻ. അപ്പോൾ ഈ ഒരു അവാർഡ് വാങ്ങിക്കുന്ന ആ ഒരു വേദിയിൽ വെച്ചിട്ട് സെൽമ ലാഗർലോഫ് ഒരു സ്റ്റോറി പറയുന്നുണ്ട് തൻ്റെ ഫാദറിനെ കുറിച്ചിട്ട്. അതായത് ഫാദർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫാദറിനെ സെൽമ ലാഗർലോഫ് ഹെവനിൽ പോയിട്ട്, പാരഡൈസിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുന്നതായിട്ട് ഒരു സ്റ്റോറി ഈ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്. ഈ ഒരു അവാർഡ് വാങ്ങുന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. In the story, she asked her father for help with the debt, so she owes, and her father explained the debt is from all the people who supported her throughout her career. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഹെവനിൽ പോയിട്ട് അവൾ തൻ്റെ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, അവൾ തൻ്റെ ഫാദറിനോട് അഡ്വൈസ് ചോദിക്കുന്നുണ്ട്, ഉപദേശം ചോദിക്കുന്നുണ്ട്. അതായത് എനിക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട്, ഞാൻ എങ്ങനെ ഇതെല്ലാം റീപേ ചെയ്യും, ഞാൻ ഇതെല്ലാം എങ്ങനെ അവരോടെങ്ങനെ ഞാൻ കടപ്പെട്ടിരിക്കും, ഇതെല്ലാം എങ്ങനെ അവർക്ക് തിരിച്ചു നൽകും എന്നുള്ള ഇതിനുള്ള ഉപദേശം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞയുടെ കടപ്പാട് ബൈ സെൽമ ലാഗർലോഫ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ അനാലിസിസ് ചെയ്യാം.
A few days ago, I was sitting in the train bound for Stockholm. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിലിരിക്കുകയായിരുന്നു. സ്റ്റോക്ക്ഹോമിലേക്കായിരുന്നു ഞാൻ പോകുന്നത്. ഇറ്റ് വാസ് ഏർലി ഈവനിങ് ആയിരുന്നു. There was little light in my compartment and none at all outside. അതായത് പുറത്തും അകത്തൊന്നും ഒരു വെളിച്ചം ഉണ്ടായിരുന്നില്ല. കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തും പുറത്തൊന്നും വെളിച്ചമുണ്ടായിരുന്നില്ല. മൈ ഫെല്ലോ പാസഞ്ചേഴ്സ് were dozing. എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ അവർ ഡോസിങ് മീൻസ് മയക്കത്തിലാണ്. അവരെല്ലാം ചെറുതായിട്ട് മയങ്ങിപ്പോയിട്ടുണ്ട് ടയർഡ്നെസ് കാരണം. ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. പക്ഷെ ഞാൻ വളരെ ശാന്തയായിരുന്നു ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഞാനിങ്ങനെ ഈ ഒരു ട്രെയിൻ പോകുന്നതിൻ്റെ ആ ഒരു സൗണ്ട് ലിസൺ ചെയ്തുകൊണ്ട് ഞാൻ വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. And then I began to think of all the other times I had come up to Stockholm. ആ ഒരു സമയത്താണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് ഞാൻ ഇത് ആദ്യമായിട്ടല്ല സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നത്. ഒരുപാട് പ്രാവശ്യം ഇതിന് മുന്നേ പോയിട്ടുണ്ട്. ഇറ്റ് ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൾട്ട് സച്ച് എസ് ടു പാസ് എക്സാമിനേഷൻസ്. പക്ഷേ ആ സമയം പോയതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകൾ, ചലഞ്ചസ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിരുന്നു. അതായത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നത് എന്തിനാണ്? എനിക്ക് ലിറ്ററേച്ചറിന്, എനിക്ക് സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമേറിയ കാര്യമാണ്. Deep within me, however, was a wondrous joy at receiving this prize. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ്, ഈ ഒരു അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ജോയ്സാണ്, ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അതായത് എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പുറത്ത്. അപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് എൻ്റെ ആങ്സൈറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഡിസ്പെൽ എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തു, അകറ്റി നിർത്തി, ഒഴിവാക്കി. എൻ്റെ ആങ്സൈറ്റി മീൻസ് എൻ്റെ ഉത്കണ്ഠകൾ ഒക്കെ ഞാൻ ഒഴിവാക്കി. There were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back home was happy to have lived to see this day. അത് എനിക്ക് ഒരുപാട് എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ നല്ല ഫ്രണ്ട്സുകൾ, എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പിന്നെ ആദ്യം അവസാനമായിട്ടും എൻ്റെ ഓൾഡ് മദർ, എൻ്റെ അമ്മ. ഞാൻ ആ ഒരു പ്രൈസ് റിസീവ് ചെയ്യുന്നതായിട്ട് കാത്തിരിക്കുകയാണ്. വീട്ടിൽ അവരെനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓൾഡ് മദർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷി വാസ് വെരി ഹാപ്പി എന്ന് പറയുന്നുണ്ട്. But then I thought of my father and felt a deep sorrow that he was no longer alive. പക്ഷേ എൻ്റെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ദുഃഖം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അച്ഛനിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. I could not go and tell him that I had been awarded the Nobel Prize. എനിക്ക് അച്ഛനോട് പോയിട്ട് എനിക്ക് നോബൽ പ്രൈസ് കിട്ടി എന്നതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. I knew that no one would have been happier than he to hear this. എനിക്കറിയാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് നോബൽ പ്രൈസ് കിട്ടി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എൻ്റെ അച്ഛനായിരിക്കും. പക്ഷേ അച്ഛനിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. Yes, it was a deep sorrow to me that I could not tell him. ശരിയാണ്, എൻ്റെ ഉള്ളിൽ നല്ല അതിയായ ദുഃഖമുണ്ട് എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ കഴിയാത്തതിൽ.
All rustle and bustle ceased, and the sound of the wheels became a soothing, peaceful melody. അപ്പോൾ ഈ ട്രെയിനിൽ പോകുന്നതിൻ്റെ സൗണ്ടുകളും അതുപോലെ റസ്സിൽ ആൻഡ് ബസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ, റസ്സിൽ എന്ന് പറഞ്ഞാൽ കലകല ശബ്ദങ്ങൾ, ഈ ട്രെയിനിൻ്റെ ശബ്ദങ്ങൾ, ബസ്സിൽ എന്ന് പറഞ്ഞാൽ തിരക്കുകൾ, ഇതൊക്കെ സീസ്ഡ് മീൻസ് സ്റ്റോപ്പായി, ഇതെല്ലാം നിലച്ചു. ആൻഡ് ദ സൗണ്ട് ഓഫ് ദ വെയിൽസ് ബിക്കം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. പിന്നീട് ഈ ട്രെയിനിൻ്റെ വീൽസിൻ്റെ സൗണ്ട് വളരെയധികം സൂത്തിങ് മീൻസ് വളരെ ശാന്തമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു മെലഡി ആയിട്ട് മാറി. അതുവരെ ഭയങ്കര സൗണ്ടായിരുന്നു, ഭയങ്കര തിരക്കേറിയിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു. പിന്നീട് ഈ ഒരു വീല് വളരെ സൂത്തായി, അതായത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ദ കോച്ചസ് നോ ലോങ്ങർ സീം ടു റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ബട്ട് ടു ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. അതായത് പിന്നീട് എനിക്ക് തോന്നാൻ തുടങ്ങി, കോച്ചുകളൊക്കെ റെയിൽ പാളത്തിലൂടെ തന്നെയല്ലേ പോകുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ കോച്ചസ് ആൻഡ് സ്ലീപ്പേഴ്സ് റെയിലിലൂടെ അല്ല പോകുന്നത്, അവ സ്പേസിലോട്ട്, അതായത് ശൂന്യാകാശത്തിലോട്ട് ഗ്ലൈഡ് ചെയ്യാണ്. ഗ്ലൈഡ് മീൻസ് തെന്നിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. I sat there and thought how much I should like to see my old father again. അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്നുകൂടെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അച്ഛനെ ഒരിക്കൽ കൂടി കാണാൻ. സോ light and soundless was the movement of the train that I could hardly imagine I was on this earth. വളരെ ശാന്തമായിട്ടാണ് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൂന്യാകാശത്തിലേക്കൊരു ഗ്ലൈഡിങ് നടത്തുന്ന പോലെ, തെന്നി നീങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വീൽസൊക്കെ വളരെ സൂത്തിങ് ആയിട്ട്, വളരെ പീസ്ഫുള്ളി ആയിട്ട് ഒരു മെലഡി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സൗണ്ട്ലെസ് ആയിട്ടുള്ള, ഈ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ട്രെയിനിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ സ്പീക്കർക്ക് ഈ ഒരു ലോകത്തല്ല ഉള്ളത് എന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങി, ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. അങ്ങനെ സ്പീക്കർ എന്ത് ചെയ്തു, ഡേ ഡ്രീം, സ്വപ്നം കാണാൻ തുടങ്ങി. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. I seem to have heard of such things happening to other people. Why then not to myself? അതായത് സ്വപ്നത്തിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്, പാരഡൈസിലേക്ക്, ഹെവനിലേക്ക്, സ്വർഗത്തിലാണല്ലോ അച്ഛൻ, അവിടേക്ക് പോകുന്നത് ആയിട്ട് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, അവരിങ്ങനെ സ്വർഗത്തിലൊക്കെ പോയി വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് എനിക്കത് സാധിക്കില്ല എന്നാണ് സെൽമ ലാഗർലോഫ് നമ്മളോട് ചോദിക്കുന്നത്. ദ ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ ബട്ട് ഇറ്റ് ഹാഡ് എ ലോങ് വേ ടു ഗെറ്റ് എച്ച് ആൻഡ് മൈ തോട്ട്സ് റൈസ്ഡ് അഹെഡ് ഓഫ് ഇറ്റ്. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്ലൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ തോട്ട്സ്, എൻ്റെ ചിന്തകൾ ട്രെയിനേക്കാൾ മുന്നിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അപ്പോൾ അച്ഛനെ ഞാൻ ഹെവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാരഡൈസിൽ വെച്ചിട്ട് കാണുകയാണെങ്കിൽ അച്ഛൻ തീർച്ചയായും ഒരു റോക്കിംഗ് ചെയർ, അതായത് ഈ ചാരുകസേരയിൽ ഇങ്ങനെ ആടാൻ പറ്റുന്ന ചാരുകസേരയിൽ ഒരു വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ, അതായത് ഒരു ഗാർഡൻ ഉണ്ടാകും, അതിൻ്റെ അടുത്ത് അവിടെ ഒരുപാട് സൂര്യപ്രകാശം വന്നിട്ടുണ്ടാകും, ഫ്ലവേഴ്സ് ഉണ്ടാകും, ബേർഡ്സൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടാകും. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഹി വിൽ ബി റീഡിങ് ഓഫ് കോഴ്സ്, ബട്ട് വെൻ ഹി സീസ് മീ ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, പുഷ് ഹിസ് സ്പെക്ടക്കിൾ ഹൈ അപ്പ് ഓൺ ഹിസ് ഫോർഹെഡ് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവാർഡ്സ് മീ. എന്നെ കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹം വായിക്കുകയായിരിക്കും, പക്ഷേ എന്നെ കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ബുക്കൊക്കെ മടക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ സ്പെക്ടക്കിൾസ്, കണ്ണടിയൊക്കെ മുകളിലേക്ക് വെച്ച്, ഫോർഹെഡിലേക്ക് വെച്ച് അദ്ദേഹം എനിക്ക് നേരെ നടന്നു വരും. ഹി വിൽ സേ, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു. അദ്ദേഹം എന്തായാലും എന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയും, ഗുഡ് ഡേ മൈ ഡോട്ടർ, എനിക്ക് നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഗ്ലാഡ് മീൻസ് ഹാപ്പി.
ഓർ വൈ ആർ യു ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്. പിന്നീട് എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കാൻ പോകുന്നത് വൈ ആർ, നീ എന്താണ് ഇവിടെ, നിനക്ക് എന്താണ് പറ്റിയത്. ജസ്റ്റ് ഓൾവേസ് ചൂസ് ടു ഡോ. അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നത് അതാണ്, നിനക്ക് സുഖമല്ലേ, നീ എന്താ പെട്ടെന്ന് വന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിക്കും. He will settle again in his rocking chair and only then begin to wonder why I have come to see him. അങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു റോക്കിംഗ് ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, വണ്ടർ അടിച്ചുകൊണ്ടിരിക്കും, എന്തിനാണിപ്പോൾ എൻ്റെ മകൾ വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. യു ആർ ഷുവർ ദർ ഈസ് നത്തിങ് അമിസ്. എന്നിട്ട് എന്നോട് ചോദിക്കും, പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അമിസ് എന്ന് പറഞ്ഞാൽ ഫോൾട്ട് എന്നാണ് മീനിങ്, അതായത് തെറ്റ് എന്നാണ്. അതായത് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എല്ലാം നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഹി വിൽ ആസ്ക് സഡൻലി, അദ്ദേഹം പെട്ടെന്നായിരിക്കും അത് ചോദിക്കുന്നത്. നോ ഫാദർ, ഓൾ ഈസ് വെൽ. അപ്പം ഞാൻ ഉത്തരം പറയും, ഐ വിൽ റിപ്ലൈ, ഇല്ല ഒന്നുമില്ല, എല്ലാം നല്ലതാണ്. But then just as I am about to break my news to him, I will decide to keep it back just a while longer and try to indirect approach. അതായത് ഞാൻ പോയത് എന്തിനാണ്, എനിക്ക് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടി, അതെനിക്ക് അച്ഛനോട് പറയണം, അതിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, പെട്ടെന്ന് ഇത് അച്ഛനോട് പറയണ്ട, കുറച്ച് വളഞ്ഞും തിരിഞ്ഞൊക്കെ പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ, ഐ വിൽ സേ, ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ അച്ഛനോടൊരു അഡ്വൈസ് തേടാനാണ് വന്നത്. അഡ്വൈസ് മീൻസ് ഒരു ഉപദേശം തേടാനാണ് വന്നത്. എനിക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ട്, ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു അഡ്വൈസ് തേടാനാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, അതിൽ എനിക്ക് അതിയായ പേടിയുണ്ട്. ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ. വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. അപ്പോൾ അച്ഛൻ എവിടെയാണുള്ളത്, ഹെവനിലാണ്, പാരഡൈസിലാണ്, അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ മണി, നീ ഡെപ്റ്റിലാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ എന്തില്ല, മണി മാത്രം, പണം ഇവിടെ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്, പണം തന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് അച്ഛൻ പറയണം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മണി ദാറ്റ് ഐ ഓ. അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞത് എനിക്ക് പണം വേണം എന്നല്ല. ഡു യു റിമെമ്പർ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിങ് ബെൽമാൻ സോങ് ടു അസ് ചിൽഡ്രൻ ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടാഗ്നർ ആൻഡ് റൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ. അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛനെ ഓർക്കുന്നുണ്ടോ, അച്ഛൻ ഞങ്ങൾക്ക് പിയാനോ വായിച്ചു തന്നത് ബെൽമാൻ സോങ്. ബെൽമാൻ എന്ന് പറയുന്നത് സ്വീഡിഷിലെ ഒരു സിംഗറാണ്, അതേപോലെ പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അച്ഛൻ ഞങ്ങൾക്ക് പാടി തന്നിരുന്നു കുട്ടിയായിരുന്ന സമയത്ത്. അതുപോലെ ടെഗ്നർ, റൺബർഗ്, ആൻഡേഴ്സൺ, ഇവരെക്കുറിച്ചിട്ടൊക്കെ റീഡ് ചെയ്ത് ഞങ്ങൾക്ക് വായിച്ചു തരുമായിരുന്നു. അച്ഛൻ അതിനെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്. അന്ന് മുതലാണ് ഞാൻ ആദ്യമായി ഒരു കടപ്പെട്ടിരിക്കുന്നത്. ഫാദർ, ഹൗ ഷൾ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് ഷാഗോസ് ഓഫ് ഹീറോസ്. അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതായത് അച്ഛൻ അന്ന് ഞങ്ങൾക്ക് ലവ് ഫെയറി ടെയിൽസ്, യക്ഷിക്കഥകൾ, ഷാഗസ് ഓഫ് ഹീറോസ്, പാസ്റ്റ് സ്റ്റോറികളിലെ ഹീറോസിനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടപ്പാടുകൾ ഒക്കെ എങ്ങനെ ഞാൻ ചെയ്തു തീർക്കും, എങ്ങനെ ഞാൻ റീപേ ചെയ്യും അച്ഛാ, അതാണ് ഞാൻ അഡ്വൈസ് ചോദിക്കുന്നത്.
Father will straighten up in his rocking chair and a look of wonder will come into his eyes. അച്ഛനെ ആദ്യം പേടിച്ചിരുന്നു. അതായത് ഞാൻ ഒരുപാട് ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഡെപ്റ്റിലാണെന്ന് പറഞ്ഞ സമയത്ത് പേടിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കടപ്പാടുകളാണ് എന്നറിഞ്ഞതിൽ അച്ഛന് ഭയങ്കര വണ്ടർ തോന്നി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അദ്ദേഹം ആ ഒരു റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സ്ട്രൈറ്റനായിട്ട് ഇരിക്കണം. ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്റ്റ്, ഹി വിൽ സേ. അപ്പം അച്ഛൻ പറയാണ്, എനിക്ക് ഏതായാലും വളരെ സന്തോഷമായി, നിന്നെ ഇങ്ങനെയുള്ളൊരു കടപ്പാടിൽ കൊണ്ടുവിട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി. Yes, you may be right, father, but then remember that is not all of it. അപ്പോൾ അച്ഛനോട് പറയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അച്ഛൻ ഒരു കാര്യം കൂടെ ഓർക്കണം, ഞാൻ അതിൽ മാത്രമല്ല എനിക്ക് കടപ്പാടുള്ളത്. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വാഗബോൺസ് ഹു യൂസ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്. അച്ഛൻ ഓർക്കുന്നുണ്ടോ? അച്ഛൻ പൂറായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട്, പാവപ്പെട്ട ആളുകളെ കുറിച്ചിട്ട്, ഹോംലെസ് ആയിട്ടുള്ള വീടില്ലാത്ത ആളുകളെ കുറിച്ചിട്ട്. വാഗബൗണ്ട്സ് മീൻസ് വാണ്ടർ ചെയ്തുകൊണ്ട് നടക്കുന്ന, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ അച്ഛൻ ഓർക്കുന്നുണ്ടോ? അവരൊക്കെ പ്ലേയിങ് ദ ഫൂൾ, അവരൊക്കെ പാട്ട് പാടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ? അവരോടെല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കടപ്പെട്ടിരിക്കുന്നു. What do I not owe to them, to their mischief and mad pranks, and the old men and women sitting in their small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. പിന്നീട് ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവരോടൊക്കെ എങ്ങനെ ഞാനത് റീപേ ചെയ്യും, ഈ കടപ്പാടുകളൊക്കെ എങ്ങനെ ഞാൻ റീപേ ചെയ്യും എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. അതുപോലെ നമ്മുടെ സെൽമ പറയാണ്, ഗ്രേ കോട്ടേജസിലൊക്കെ താമസിക്കുന്ന വിമൻ, മെൻ, ഓൾഡായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്. വാട്ടർ സ്പ്രൈറ്റ്സിനെ കുറിച്ചിട്ട്, ജലകന്യകകൾ, യക്ഷികളായിട്ടുള്ള ജലകന്യകളെ കുറിച്ചിട്ട്, അതുപോലെ ട്രോൾസ്, എൻചാൻറ്റഡ് മെയ്ഡൻസ്, അതായത് ഈ മാജിക്കൽ പവറൊക്കെ ഉള്ള മെയ്ഡൻസിനെ കുറിച്ചിട്ട് ഒക്കെയുള്ള സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. എങ്ങനെ ഞാനിതെല്ലാം തിരിച്ചു നൽകും? ഇറ്റ് വാസ് ദേ ഹു തോട്ട് മീ ദാറ്റ് ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അവരാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പോയട്രി ഉണ്ട് ഹാർഡ് റോക്സിൽ, ഹാർഡായിട്ടുള്ള പാറകളിലും ബ്ലാക്ക് ഫോറസ്റ്റുകളിലൊക്കെ പോയട്രി ഉണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചതൊക്കെ അവരാണ്. ആൻഡ് ഐ ആം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ. അച്ഛാ, ഞാൻ കടപ്പെട്ടിരിക്കുന്നത് മനുഷ്യരോട് മാത്രമല്ല, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. ഈ പ്രകൃതിയോട് തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ആനിമൽസ് ദാറ്റ് വാക്ക് ദ എർത്ത്, അതായത് നമ്മുടെ ഭൂമിയിലുള്ള മൃഗങ്ങളോട്, ബേർഡ്സ് ഇൻ ദ സ്കൈ, ആകാശത്തുള്ള പക്ഷികളോട്, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്സ്, അതായത് മരങ്ങളോടും പൂക്കളോടും എല്ലാവരും എന്നോട് അവരുടെ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ഈ കടപ്പാടുകളൊക്കെ റീപേ ചെയ്യും, തിരിച്ചു നൽകും എന്ന് ചോദിക്കണം. Father will be carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അപ്പോൾ അച്ഛൻ ആ ഒരു സമയത്ത് വളരെ കെയർഫ്രീ ആയി, വളരെ റിലാക്സ്ഡായി, ടെൻഷനൊക്കെ പോയി. കാരണം മകളുടെ കടപ്പാട് എന്തിനോടാണെന്നുള്ളത് അച്ഛന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറയണം, നെവർ ഫിയർ ചൈൽഡ്, നീ ഒരിക്കലും പേടിക്കരുത് കുഞ്ഞെ. ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ. എനിക്ക് തോന്നുന്നില്ല അച്ഛൻ എൻ്റെ ആ ഒരു ഡെറ്റ് എത്രത്തോളം, എൻ്റെ ആ ഒരു കടപ്പാട് എത്രത്തോളം ഹാർഡാണ് എനിക്ക് എന്ന് അച്ഛൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം ഓൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്. അച്ഛാ, ഞാൻ എൻ്റെ റീഡേഴ്സിനോട്, എൻ്റെ വായനക്കാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. എൻ്റെ ബുക്കുകളൊന്നും എൻ്റെ വായനക്കാർ വായിച്ചില്ലെങ്കിൽ
ഞാൻ എന്താകുമായിരുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. അതുപോലെ ഞാൻ മറന്നിട്ടില്ല, എന്നെക്കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്, അവരെയും ഞാൻ ഓർക്കുന്നു. തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക് ഫോർ മീ. അതുപോലെ ഫോറിൻ കൺട്രികളിലെ ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെയും ഞാൻ ഓർമ്മിക്കുന്നു, അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷ്യർ. അതുപോലെ എന്നെ പ്രൈസ് ചെയ്ത ആളുകൾ, എൻ്റെ കഴിവിനെ പ്രൈസ് ചെയ്ത ആളുകൾ, പ്രൈസ് മീൻസ് പുകഴ്ത്തിയ, എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത ആളുകളോടും എന്നെ സെൻഷ്യൂർ മീൻസ് എന്നെ ക്രിട്ടിസൈസ് ചെയ്ത, എന്നെ വിമർശിച്ച ആളുകളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. Yes, father will say, and I shall see him look a little less calm. അപ്പോൾ അച്ഛൻ പറയും യെസ് എന്ന് പറയും. ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് കുറച്ച് ലെസ് കാമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ ഫാദർ. അപ്പോൾ അച്ഛനോട് പറയാണ്, എന്നെ സഹായിച്ചവരൊക്കെ ഓർമ്മിക്കുക. ഐ ഷാൾ സേ തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. എന്നിട്ട് ഞാൻ പറയും, അച്ഛാ, എൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, SL എൻ്റെ വിശ്വസ്ത ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, SL ഹു ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർ ടു ബിലീവ് ഇൻ മീ. അതായത് ആരും എന്നെ വിശ്വസിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത്, എനിക്ക് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടത് എൻ്റെ ഈ ഒരു വിശ്വസ്തയായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് SL ആയിരുന്നു. അവളെ എനിക്ക് മറക്കാൻ കഴിയില്ല, അവളോട് എനിക്ക് കടപ്പാടുണ്ട്. ഓൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഓണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻസ്, ഡു യു not understand now that I have to come to you to ask how such debts can be paid. അതായത് ഇപ്പോൾ എല്ലാ ലവ്, ഓണേഴ്സ്, ബഹുമതികളും ഡിസ്റ്റിങ്ഷൻസും ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ച ആ ഒരു ഡെപ്റ്റ്സ്, അതായത് ആ ഒരു കടപ്പാട് എങ്ങനെ റീപേ ചെയ്യും, എങ്ങനെ പെയ്ഡ് ചെയ്യും, തിരിച്ച് നൽകും എന്നുള്ളത് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഫാദർ ഹാസ് ലോവർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. അച്ഛൻ തൻ്റെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അച്ഛന് ഒരു പ്രതീക്ഷയില്ലാത്ത പോലെയാണ് അച്ഛൻ നിൽക്കുന്നത്. അതായത് എങ്ങനെ മകളുടെ ഈ ഒരു കടപ്പാട് എങ്ങനെ കൊടുത്തു തീർക്കും എന്ന അച്ഛന് ഒരു പിടിയില്ല. അച്ഛൻ പറയാണ്, ഐ അഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷ്യൂർലി ദർ ഈസ് നത്തിങ് മോർ യു ഓവ് എനി വൺ. അപ്പോൾ അച്ഛൻ മകളോട് പറയാണ്, ഏതായാലും ഞാൻ നിന്നോട് യോജിക്കുന്നു, ഇത് വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ആളുകളോട് അതായത് ഡെപ്റ്റ്സ് റീപേ ചെയ്യുക എന്നുള്ളത്. Yes, Father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. അപ്പോൾ അച്ഛനോട് പറയാണ്, അത് ശരിയാണ്, അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പോഴും ഇതിന് മുന്നൊക്കെ ഒരുപാട് ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ റീപേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വലിയൊരു അഡ്വൈസിന് വേണ്ടിയിട്ടാണ്. അതായത് വലിയൊരു ഡെപ്റ്റിലാണ് ഞാൻ. അത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു അഡ്വൈസ് തേടാനാണ് വന്നിട്ടുള്ളത്. I cannot understand how you could owe still more, father will say. Oh yes, I will reply, and then I will tell them all about this. അങ്ങനെ അച്ഛൻ പറയാണ്, എന്താണ് നിനക്കിപ്പോൾ ഇത്രയും ഡെപ്റ്റുകളല്ലാതെ വേറെന്താണ് ഒരു ഡെപ്റ്റായിട്ടുള്ളത്? അപ്പോൾ ഡോക്ടർ പറയാണ്, ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ദെം ഓൾ അബൌട്ട് ദിസ്. അങ്ങനെ ഞാൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയാണ്. അതായത് എൻ്റെ നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി, ആ ഒരു പ്രൈസിൻ്റെ കടപ്പാടിനെ കുറിച്ചിട്ട് അദ്ദേഹത്തോട് പറയണം. ഐ ജസ്റ്റ് cannot believe the academy, father will say, but looking at me and seeing my face, he will know it is all true.
അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയായിരിക്കും, അതായത് എനിക്ക് ആ സ്വീഡിഷ് അക്കാദമിനെ കുറിച്ച് എനിക്കിത് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ളത് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് അച്ഛന് മനസ്സിലാകും. ആൻഡ് ദെൻ എവറി റിങ്കിൾസ് ഇൻ ഹിസ് ഫേസ് വിൽ ട്രംബിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അതായത് ഞാനിത് പറയുന്ന സമയത്ത് അച്ഛൻ്റെ മുഖത്തെ ചുളിവുകളൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറയാൻ തുടങ്ങും. തിങ്ക് ഫാദർ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹോണർ ആൻഡ് മണി ദേ ആർ ബിസ്റ്റോയിങ് ഓൺ മീ. അപ്പം അച്ഛനോട് മകൾ പറയാണ്, അച്ഛാ, ഇത് ഒരു ഓണർ, അതായത് ഒരു പദവി, ഒരു ബഹുമതി അല്ലെങ്കിൽ ഒരു പണം, ഇത് മാത്രമല്ല, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വെറും ഒരു ബഹുമതി അല്ലെങ്കിൽ പണം മാത്രമല്ല. ദേ ഹാവ് ഷോൺ ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റ് ഇനഫ് ടു മീ ടു സിംഗിൾ മീ ഔട്ട് ബിഫോർ ദ ഹോൾ വേൾഡ്. ഹൗ ഷാൾ ഐ റിപ്പേ ദിസ് ഡെപ്റ്റ്. അതായത് ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത്, എൻ്റെ കഴിവിൽ വിശ്വസിച്ച് എന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് അവരോട് ഞാൻ കൊടുക്കുന്ന ഒരു കടപ്പാട്, ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഞാൻ ഇത് റീപേ ചെയ്യും, എങ്ങനെ ഈ ഒരു കടപ്പാട് ഞാൻ കൊടുത്ത് വീട്ടും എന്ന് പറയണം. ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. അങ്ങനെ അച്ഛൻ ആ ഒരു റോക്കിംഗ് ചെയറിൽ ഇരുന്നിട്ട് അച്ഛനൊന്നും പറയാൻ കഴിയുന്നില്ല. ദെൻ ഡ്രൈ ടീയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ് ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ ആൻഡ് സേ, ഐ വിൽ നോട്ട് റാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് പ്രോബ്ലംസ് ദാറ്റ് നോ വൺ ഇൻ ഹെവൻ ഓർ ഓൺ എർത്ത് ക്യാൻ സോൾവ്. അപ്പോൾ അച്ഛന് വാക്കുകളില്ല. അച്ഛനിങ്ങനെ കസേരയിലിരുന്നിട്ട് തൻ്റെ ഫിസ്റ്റ് മീൻസ് തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഈ ഒരു റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയാണ്, ഐ വിൽ നോട്ട് റാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് പ്രോബ്ലംസ് ദാറ്റ് നോ വൺ ഇൻ ഹെവൻ ഓൺ എർത്ത് ക്യാൻ സോൾവ്. അതായത് ഞാനൊരിക്കലും ഈ ഒരു ഹെവനിലും എർത്തിലൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ച് എൻ്റെ തല പുണ്ണാക്കില്ല. ഐ ആം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നോബൽ പ്രൈസ് ടു വറി അബൌട്ട് എനിത്തിങ്. അതായത് അച്ഛൻ പറയാണ്, എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, ഞാൻ വളരെയധികം സന്തോഷവാനാണ് നിനക്ക് ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയതിൽ. ഇതുവരെ നീ വെറി ചെയ്ത കാര്യങ്ങളൊന്നും നീ ഇപ്പോൾ ചിന്തിക്കണ്ട, ഒന്നിനെ കുറിച്ചിട്ടും നീ വെറീഡ് ആകണ്ട. പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്. പിന്നീട് പറയുന്നത്, അപ്പോൾ ഇത്രയാണ് ആ ഒരു സെൽമ ലാഗർലോഫ് തൻ്റെ അച്ഛനെ കുറിച്ചിട്ട് ഹെവനിലുള്ള ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി. ഇനി ഈ ഒരു സ്പീച്ചിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ സെൽമ ലാഗർലോഫ് പറയണേ, യുവർ മജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. ഹാവിങ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ്. അതായത് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും, ഞാൻ അച്ഛനോട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ഉള്ള ഒറ്റ ഉത്തരമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഐ ആം ടു ഹാപ്പി. ഞാൻ മറ്റുള്ള എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ നൊബേൽ പ്രൈസ് കിട്ടിയതിൽ ഐ ആം ടു ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ്റെ ഈ ആൻസറാണ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ഉത്തരമായി എനിക്ക് കിട്ടിയിരിക്കുന്നത്. It only remains to me ask you to join me to the toast which I have the honor to propose to the Swedish Academy. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരും ഗ്യാദർ ചെയ്ത് ഈ ഒരു സ്വീഡിഷ് അക്കാദമീൻ്റെ ഈ നൊബേൽ പ്രൈസ് കരസ്ഥമാക്കുകയാണ്. അപ്പോൾ അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീച്ച് അവസാനിക്കുന്നത്. താങ്ക് യു.